ഹലോ, ഇന്ന് നമുക്ക് ഹീരാമണ്ഡി എന്ന ഹിന്ദി വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. ലാഹോറിൽ ഹീരാമണ്ഡിയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മല്ലിക ജാൻ എന്നൊരു കാശുകാരി ഉണ്ടായിരുന്നു. എങ്ങനെ അവർ പണക്കാരിയായി എന്നാൽ സ്വന്തം പെൺമക്കൾ ഉൾപ്പെടെ കുറച്ച് പെൺകുട്ടികളെ ഉൾപ്പെടുത്തി വ്യഭിചാരം നടത്തുമായിരുന്നു. നാട്ടിലെ നവാബുമാരെല്ലാം മല്ലികയുടെ കൈവശമായിരുന്നു. ഒടുവിൽ മല്ലികയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. അത് സ്വന്തക്കാരിൽ നിന്നും, സഹോദരിയിൽ നിന്നും, സ്വന്തം മകളിൽ നിന്നുമായാലോ. അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മല്ലിക എന്തൊക്കെ ചെയ്തു എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ ലാഹോറിലെ ഹീരമണ്ഡി എന്ന സ്ഥലമാണ് കാണിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു വലിയ കൊട്ടാരം, കുറെ സ്ത്രീകളൊക്കെ ചേർന്ന് വ്യഭിചാരം ചെയ്താണ് ജീവിക്കുന്നതും. അവർക്കൊരു നേതാവുണ്ട്, റിഹാന. റിഹാന ആരും അറിയാതെ ഒരു കുഞ്ഞിനെ ഒരു പണക്കാരന് കൈമാറുകയാണ്. അയാൾ പകരമായി ഒരു വിലപിടിപ്പുള്ള മാല അവൾക്ക് സമ്മാനവും നൽകി. സത്യത്തിൽ ആ കുഞ്ഞ് ആരെന്നാൽ റിഹാനയുടെ ഇളയ സഹോദരിയായ മല്ലികയുടേതായിരുന്നു. മല്ലിക പ്രസവിച്ചു കിടക്കുകയാണ്. അവൾ ഉറക്കമുണർന്നു നോക്കുമ്പോഴോ അവളുടെ കുഞ്ഞിനെ കാണുന്നില്ല. തന്റെ കുഞ്ഞിനെ കാണാതെ വിഷമിച്ച മല്ലികയാണെങ്കിലോ റിഹാനയുടെ അടുത്തെത്തിയിട്ട് എന്റെ കുഞ്ഞെവിടെ എന്ന് തിരക്കുമ്പോൾ കുഞ്ഞിനെ ഞാൻ മറ്റൊരാൾക്ക് കൈമാറി. ആ കുഞ്ഞിവിടെ വളരാനുള്ളതല്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നിനക്കറിയാമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞ് വളരരുത്. അതുകൊണ്ടാണ് അതിനെ നന്നായി വളർത്തുവാൻ പറ്റിയ ആളിന് കൈമാറിയതെന്നും റിഹാന പറയുന്നു. എന്നാൽ അത് കേട്ട മല്ലികയാണെങ്കിലോ ഒരമ്മയുടെ അനുവാദമില്ലാതെ കുഞ്ഞിനെ കൈമാറിയത് നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം 25 വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ വ്യഭിചാരം നടക്കുന്ന കൊട്ടാരത്തിലെ നേതാവ് മല്ലികയാണ്. റിഹാനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നതേയില്ല. അങ്ങനെ മല്ലിക തന്റെ തോഴികൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു. അതേസമയം ഒരു ബ്രോക്കർ അവിടെ വരികയാണ്. ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്തെന്നാൽ മല്ലികയുടെ മകൾ നന്നായി പാട്ട് പാടും. ആ പാട്ട് റെക്കോർഡ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാശുണ്ടാക്കാമെന്ന് പറയുന്നു. എന്നാൽ മല്ലികയാണെങ്കിലോ അതിന് സമ്മതിക്കില്ല. എന്റെ മകളുടെ പാട്ട് കേൾക്കണമെന്നുള്ളവർ ഈ കൊട്ടാരത്തിൽ വരണം, അല്ലാതെ അവളുടെ പാട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് മല്ലിക തറപ്പിച്ചു തന്നെ പറയുന്നു. മല്ലികയ്ക്ക് 2 മക്കളാണുള്ളത്. അതിൽ മൂത്തവളാണ് ബിബോജാൻ. ബിബോജാൻ നന്നായി പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും. കൊട്ടാരത്തിലേക്ക് വരുന്ന പ്രമുഖരായ ഗസ്റ്റുകൾക്ക് മുന്നിൽ അവൾ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് അവൾ വഴങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. മല്ലികയോടൊപ്പം സുൽഫിക്കർ എന്നൊരാളുണ്ട്. അയാളാണ് റിഹാനയ്ക്ക് പകരം മല്ലികയെ സ്ഥാനത്തിരിക്കാനായിട്ട് കാരണം. അതെന്താണെന്ന് പോകെ പോകെ മനസ്സിലാകും. അങ്ങനെ മല്ലികയുടെ മൂത്ത മകളായ ബിബോജാൻ നവാബിന്റെ മുമ്പിലൊക്കെ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വഴങ്ങിക്കൊടുക്കുകയും ചെയ്തതിനാൽ ഒരുപാട് സ്വർണവും പണവും ഒക്കെ കിട്ടി. അങ്ങനെ അവിടെ വീഴുന്ന സ്വർണങ്ങളൊക്കെ കളക്ട് ചെയ്യുവാനായിട്ട് മല്ലികയാണെങ്കിലോ തന്റെ ഇളയ സഹോദരിയായ വഹീദയോട് പറഞ്ഞു. വഹീദ സ്വർണവും പണവും എല്ലാം കളക്ട് ചെയ്ത് മല്ലികയ്ക്ക് മുന്നിൽ കൊണ്ടുവയ്ക്കും. എന്നാൽ മല്ലികയ്ക്ക് വഹീദയെ വല്ലാത്ത സംശയമാണ്. കാരണം എന്തെന്നാൽ മുൻപൊരിക്കൽ ഇതുപോലെ സ്വർണവും പണവും മോഷ്ടിച്ച കൂട്ടത്തിൽ മല്ലികയാണെങ്കിലോ വഹീദയെ പിടികൂടിയതാണ്. അങ്ങനെ മല്ലിക വഹീദയെ ഒന്ന് പരിശോധിക്കുവാനായി പറയും. അതും ഡ്രസ്സൊക്കെ അയച്ച് പരിശോധിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. എന്നാൽ വഹീദയാണെങ്കിലോ എന്നെ സംശയിക്കുകയാണല്ലേ എന്ന് ചേച്ചിയായ മല്ലികയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൾ നേരെ ചെന്ന് സ്വർണവും പണവും എല്ലാം എടുത്തു നോക്കുകയാണ്. കാരണം മല്ലിക അറിയാതെ അവൾ കുറച്ച് സ്വർണവും പണവും എല്ലാം ഒരു വലിയ കുടത്തിനുള്ളിലായി മാറ്റി ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതെല്ലാം എടുത്തു നോക്കി വഹീദ സന്തോഷിക്കുകയാണ്. മല്ലികയ്ക്ക് 2 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ മകൾ ബിബോജാൻ, രണ്ടാമത്തെ മകൾ ആലം. ഈ ആലം വളരെ പാവം പെൺകുട്ടിയാണ്. അവൾ കന്യകയുമാണ്. ആലമിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സൈമ. സൈമ കൊട്ടാരത്തിലെ ജോലികളൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഒരിക്കൽ സൈമ ആലമിന് ഒരു മാല ഇട്ട് കൊടുക്കുകയായിരുന്നു. പക്ഷെ അത് പൊട്ടിപ്പോയി. അതിലെ മുത്തുകളെല്ലാം തറയിൽ തെറിച്ചു. ആ മുത്തുകളെല്ലാം തറയിൽ ചിതറിയപ്പോൾ സൈമ ഒരുപാട് പേടിക്കും. മുത്തുകളെല്ലാം പറക്കിയെടുത്തില്ലെങ്കിൽ തന്നെ ജോലിയിൽ നിന്നും മല്ലിക പറഞ്ഞു വിടുമെന്ന് അവൾ പേടിച്ചിരുന്നു. അങ്ങനെ ആലമും സൈമയും ചേർന്ന് മുത്തുകളെല്ലാം പറക്കി മല്ലികയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. അതിൽ 101 മുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 100 മുത്ത് മാത്രമേ ഉള്ളൂ. മല്ലിക പറയും, ബാക്കി ഒരു മുത്ത് എവിടെ പോയി? ആ ഒരു മുത്തും കൂടി കണ്ടെത്തിയില്ലെങ്കിൽ ഉറപ്പായും സൈമയെ മറ്റാർക്കെങ്കിലും വിൽക്കുമെന്ന് പറയും. അത് കേൾക്കുന്ന ആലമിന് സങ്കടവും ദേഷ്യവും എല്ലാം വരും. എങ്ങനെയും ആ ഒരു മുത്തുകൂടി കണ്ടുപിടിച്ച് സൈമയെ രക്ഷിക്കണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അടുത്തൊരു കുളമുണ്ട്. ഉറപ്പായും അതിൽ മുത്ത് വീണ് കാണുമെന്ന് ചിന്തിച്ച ആലമാണെങ്കിലോ ആ കുളത്തിനുള്ളിൽ ഇറങ്ങി തപ്പുമ്പോൾ മുത്ത് കിട്ടുകയാണ്. മുത്ത് മല്ലികയ്ക്കടുത്തേക്ക് കൊണ്ടുവരും. കൊള്ളാമല്ലോ, നീ കണ്ടുപിടിച്ചല്ലോ. എങ്കിൽ ശരി, നിന്റെ മൂക്കുത്തി അഴിക്ക്. നീ തൊഴിലിൽ ഇറങ്ങേണ്ട സമയമായെന്ന് പറയും. അത് കേൾക്കുന്ന ആലമിന് ഒരുപാട് സങ്കടമാകും. എനിക്ക് കവിതയൊക്കെ എഴുതുന്നതിലാണ് താല്പര്യം, ഞാൻ അത് ചെയ്യാമെന്ന് പറയുമ്പോൾ മല്ലിക അതിന് സമ്മതിക്കില്ല. നമ്മൾ ഹീരമണ്ഡിയിൽ ചേർന്ന ആളുകളാണ്, അതുകൊണ്ട് നമ്മളുടെ തൊഴിൽ നമ്മൾ ചെയ്യണമെന്ന് മല്ലിക പറയുകയാണ്.
അതെല്ലാം കേൾക്കുന്ന ആലമിനെ സഹിക്കാനായില്ല. അങ്ങനെ അടുത്ത ദിവസം ആലമാണെങ്കിലോ ബിബോജാനും അവളുടെ കൂട്ടുകാരിയെ നൂറിനും അടുത്തെത്തുകയാണ്. എന്നിട്ട് ആലം മല്ലിക പറഞ്ഞ കാര്യമെല്ലാം തന്റെ സഹോദരിയായ ബിബോജാനോട് തുറന്നു പറയും. അവൾക്ക് അതിനൊന്നും ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ബിബോജാനും നൂറിനും നല്ല വിഷമമുണ്ട്. എന്നിട്ട് നൂറാണെങ്കിലോ ബിബോജാനോട് പറയും, ഞാനൊരു നവാബുമായി പ്രണയത്തിലാണ്, എന്നെ വിവാഹം കഴിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ ഇവിടെ നിന്ന് പോകും, ഇവിടെ നിന്ന് പോയി നന്നായി ഞാൻ ജീവിക്കുമെന്നും അവൾ പറയുകയാണ്. നൂറ് പറയുന്നതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ബിബോജാൻ. പിന്നീട് കാണിക്കുന്നത് ഒരു പണക്കാരുടെ കുടുംബത്തിന്റെ വലിയ ബംഗ്ലാവാണ്. അവിടുത്തെ മുത്തശ്ശിയുടെ ചെറുമകനായ താജിദാർ എന്ന പയ്യൻ ഫോറിനിൽ നിന്നും പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശിയോടും കുടുംബത്തിനോടുമൊപ്പം അവൻ സന്തോഷമായി ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി തന്റെ കൊച്ചുമകനോട് ഒരാവശ്യം പറയും. നീ ഹീരമണ്ടിയിലേക്ക് പോകണം, ഇവിടെയുള്ള എല്ലാ പണക്കാരും നവാബുമാരും ഒക്കെ അവിടെ പോകും, നീ പോകണമെന്ന് പറയുമ്പോഴോ ചെറുമകൻ അതിന് സമ്മതിക്കില്ല. കാരണം അവൻ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നന്നായി അറിയാം. ആയതിനാൽ അവൻ സമ്മതിക്കില്ല. അച്ഛന്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മകനെ ഫോറിനിൽ വിട്ട് പഠിപ്പിച്ചത്. അതിനുശേഷം കാണിക്കുന്നത് മല്ലികയുടെ കൊട്ടാരമാണ്. അവിടെ റൈറ്റ് എന്നൊരു പോലീസ് ഓഫീസർ മല്ലികയെ കാണാനായി എത്തി. എന്നാൽ മല്ലികയെ കാണുന്നതിന് മുമ്പ് സഹോദരിയായ വഹീദ അയാളെ ഒന്ന് മയക്കുവാനായി ശ്രമിച്ചു. വഹീദ പോലീസ് ഓഫീസറിനോട് പറയും, എന്റെ ചേച്ചി അത്ര നല്ല ആളൊന്നുമല്ല, ഞാനാ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ, എന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായി പറയും. പക്ഷേ അതൊന്നും ആ പോലീസ് ഓഫീസർ മൈൻഡ് ചെയ്യുന്നതേയില്ല. അങ്ങനെ അയാൾ മല്ലികയെ കാണാനായി കയറി വരികയാണ്. എന്നിട്ട് മല്ലികയോട് പറയും, അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഫംഗ്ഷന് ഡാൻസ് കളിക്കുന്നതിന് വേണ്ടിയിട്ട് മല്ലികയുടെ കുട്ടികളെ വിട്ടു നൽകണം, അതിനു വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. എന്നാൽ മല്ലിക അതിന് സമ്മതിക്കില്ല. നവാബിന്റെ മുന്നിലേക്ക് മാത്രമേ എന്റെ കുട്ടികൾ ഡാൻസ് കളിക്കൂ എന്ന് മല്ലിക മറുപടി പറയും. അത് ആ പോലീസ് ഓഫീസറിന് വല്ലാത്ത ദേഷ്യവും. എന്നാൽ മല്ലിക പോലീസ് ഓഫീസറിനെ എതിർത്ത് സംസാരിക്കും. നീ എന്നോട് എതിർത്ത് സംസാരിക്കുന്നുവല്ലേ എന്ന് ദേഷ്യപ്പെട്ട് ആ ഒരു പോലീസ് ഓഫീസർ ഇറങ്ങി പോവുകയാണ്. അതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മല്ലികയുടെ അസിസ്റ്റന്റ്, പോലീസുമായേക്ക് നമുക്ക് പ്രശ്നം വേണോ, വലിയ കുഴപ്പമാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാമെന്ന് മല്ലിക മറുപടിയും പറയുന്നു. അതേസമയം തന്റെ വീട്ടിലെത്തിയ ആ ഒരു പോലീസ് ഓഫീസറായ റൈറ്റ് മാമാപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു ബ്രോക്കറിനെ കൂട്ടിക്കൊണ്ടുവരും. മല്ലികയുടെയൊക്കെ പരിചയക്കാരനാണ്. എന്നിട്ട് അയാൾ മല്ലികയോട് പ്രതികാരം വീട്ടുവാനായി തീരുമാനിച്ച് മല്ലികയെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ അയാൾ വഴി ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എങ്ങനെയും മല്ലികയ്ക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്നാണ് പോലീസ് ഓഫീസറിന്റെ മനസ്സിൽ. എന്നാൽ മറ്റൊരു വശത്ത് മല്ലികയാണെങ്കിലും ഫംഗ്ഷന് പോകുവാനായി റെഡിയാകുകയാണ്. ആ മുത്തശ്ശിയുടെ വീട്ടിൽ താജ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക്. അങ്ങനെ മല്ലിക തന്റെ മകളായ ആലമിനെയും കൂടെ വിളിക്കും. അവൾക്ക് ആ ഫംഗ്ഷന് പോകാനൊന്നും ഒട്ടും താല്പര്യമേ ഇല്ല. അപ്പോൾ മല്ലിക പറയും, ഒരുപാട് കഥാകൃത്തുമാരും കവിത എഴുതുന്നവരും ഒക്കെ വരുന്നുണ്ട്, നിന്നെ പരിചയപ്പെടുത്താമെന്നാ ഞാൻ കരുതിയത്. ഇനി വേണ്ടെന്ന് പറഞ്ഞ് മല്ലിക അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട ആലമിന് അയ്യോ, കിട്ടിയ അവസരം ഞാനായിട്ട് കളഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയാണ്. എങ്ങനെയും അവളുടെ കവിതകൾ പരിചയപ്പെടുത്താമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. ഇനി ഒരിക്കലും അമ്മയോട് ചോദിച്ചാൽ അമ്മ വീണ്ടും എന്നെ കൊണ്ടുപോകില്ല എന്ന് മനസ്സിലാക്കിയ ആലമാണെങ്കിലോ അമ്മ അറിയാതെ അവിടേക്ക് പോകുവാനായി തീരുമാനിക്കും. ഇക്ബാൽ എന്നൊരാളാണ് മല്ലികയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവരുടെ കുതിരവണ്ടിയുടെ പിന്നാലെ കയറി ആലമുമുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നിടത്തെത്തി. അവിടെ ഒരാൾ കവിതയൊക്കെ വായിക്കുകയാണ്. മല്ലിക ഫംഗ്ഷനൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കവേ കവിത വായിക്കുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ് ആലം. എന്നാൽ ഒരു ഘട്ടത്തിൽ താജ് ആണെങ്കിലോ ആലമിനെ കാണുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ താജിന് ആലമിനെ ഒരുപാട് ഇഷ്ടമായി. ഉടനെ തന്നെ താജ് ആലമിനടുത്തെത്തി അവളെ വളയ്ക്കുവാനൊക്കെ നോക്കും. പക്ഷെ അവള് മൈൻഡ് ചെയ്യത്തേയില്ല. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങുന്ന മല്ലികയോട് മുത്തശ്ശി പറയും, എന്റെ ചെറുമകനെ ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പറഞ്ഞുവിടാമെന്ന് പറയുമ്പോഴോ അവനാണെങ്കിൽ എനിക്കിങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകുന്നത് ഇഷ്ടമേ അല്ലാന്ന് വെറുപ്പോടുകൂടി പറയും. അതെല്ലാം കേൾക്കുന്ന മല്ലികയ്ക്ക് ദേഷ്യം വരുന്നതേയില്ല. മല്ലിക പറയും, നീ മനസ്സിൽ കരുതും പോലൊരു സ്ഥലമല്ല അവിടം, നിന്നെ ഒരിക്കൽ ഞാൻ നന്നായി അവിടേക്ക് സ്വീകരിക്കുമെന്നും മല്ലിക പറഞ്ഞിട്ട് പോകുന്നു. ആലം കരുതിയത് അവൾ വന്നത് മല്ലികയ്ക്ക് അറിയില്ലെന്നായിരുന്നു. പക്ഷെ മല്ലിക അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുതിരവണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോയ മല്ലികയാണെങ്കിലോ അവിടെ വെച്ച് ആലമിനെ പിടികൂടും. ഇക്ബാലാണ് അതിന് സഹായിച്ചതെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി. മല്ലിക ഇക്ബാലിനെ ഒരുപാട് വഴക്ക് പറയും. ഈ ഇക്ബാലും അവിടുത്തെ ജോലിക്കാരിയെ സൈമയും തമ്മിൽ പ്രണയത്തിലാണ്. മല്ലിക വഴക്ക് പറഞ്ഞതിൽ വിഷമിച്ചു കിടക്കുകയാണ് ഇക്ബാല്. അവിടേക്ക് വരുന്ന സൈമയാണെങ്കിലോ കാര്യമെന്തെന്ന് തിരക്കുമ്പോൾ മല്ലിക വഴക്ക് പറഞ്ഞ കാര്യം അവൻ തുറന്നു പറയുന്നു. അങ്ങനെ സൈമ അവനെ ആശ്വസിപ്പിക്കുകയാണ്.
എന്നാൽ മറ്റൊരു വശത്ത് മല്ലികയാണെങ്കിലോ ആലം തന്നെ പറ്റിച്ച് ഫംഗ്ഷൻ നടക്കുന്നിടത്ത് വന്ന കാര്യം അറിഞ്ഞല്ലോ. അതിൽ ദേഷ്യം വന്ന് അവളുടെ കഥാബുക്കുകളും കവിതാ ബുക്കുകളും എല്ലാം നശിപ്പിച്ചു കളയുകയാണ്. അവിടെ എത്തിയ ആലം ഒരുപാട് കെഞ്ചുമെങ്കിലും മല്ലിക കേൾക്കുന്നില്ല. അവളുടെ ബുക്കുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞതിൽ ആലം വല്ലാത്ത സങ്കടത്തിലാണ്. ബിബോജാനാണെങ്കിലോ ഗലീബിൻ എന്നൊരാളുമായി പ്രണയത്തിലാണ്. അവളോടൊപ്പം ഇരിക്കുന്ന സമയത്തും അയാൾ വല്ലാത്ത ടെൻഷനിലാണ്. കാരണം എന്തെന്നാൽ അയാൾ ഒരു രാഷ്ട്രീയ നേതാവും മാത്രവുമല്ല ഫ്രീഡം ഫൈറ്റ് നടക്കുകയാണല്ലോ, അതിന്റെ ടെൻഷനിലുമാണ് അയാൾ അവളുടെ അടുത്ത് നിന്നും പെട്ടെന്ന് തന്നെ പോവുകയാണ്. അതേസമയം തന്നെ ആലം അവളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് തനിക്ക് ബുക്ക് വാങ്ങാനൊക്കെ പോകണമെന്ന് പറയുന്നതിനാൽ ആലമിനെയും കൂട്ടി ബിബോജാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ലൈബ്രറിയിലെത്തിയ ബിബോജാൻ ആണെങ്കിലോ ആലമിനോട് ബുക്ക് നോക്കാൻ പറഞ്ഞിട്ട് അവൾ ലൈബ്രറിയിൽ നിന്നും ഒരു ബുക്കും വാങ്ങി പുറത്തേക്ക് പോവുകയാണ്. എന്താണ് അതിലെന്ന് അറിയത്തില്ല. അങ്ങനെ ആലമാണെങ്കിലും ബുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് താജ് അവിടേക്ക് വരും. താജ് ആലമിനോട് സംസാരിക്കുവാനായി വരികയാണ്. അന്ന് അവർക്ക് രണ്ടാൾക്കും ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായിരുന്നല്ലോ. എന്നാൽ താജിന് ആലം മല്ലികയുടെ മകളാണെന്നോ പിന്നെ ആലമിന് താജ് നവാബിന്റെ മകനാണെന്നോ അറിയത്തേയില്ല. അവർ രണ്ടാളും സംസാരിച്ചു നിന്ന് പരസ്പരം ഇഷ്ടത്തിലുമാവുകയാണ്. അതേസമയം ബിബോജാൻ ഹമീദ് എന്നൊരാളിനെ കാണാനായിട്ട് വന്നിരുന്നു. അയാളാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പോരാട്ടത്തിന്റെ നേതാവാണ്. അവളുടെ കാമുകൻ പറഞ്ഞ ആ ഒരു പോരാട്ടത്തിന്റെ നേതാവ്. എന്നിട്ട് അവൾ വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ബുക്ക് അവന് വെച്ച് നീട്ടും. ആ ബുക്കിനുള്ളിൽ തോക്കാണ്. ഞാൻ ഇത്രയും നാളത്തെ എന്റെ സമ്പാദ്യം വെച്ച് വാങ്ങിയ തോക്കാണ്. ബ്രിട്ടീഷുകാർ എന്തായാലും വെടിവെക്കുവാനായി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തും എന്തെങ്കിലും മുൻകരുതൽ വേണമെന്ന് പറഞ്ഞ് തോക്കും ഏൽപ്പിച്ച് അവൾ പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആലം ലൈബ്രറിയിൽ നിന്നും ബുക്കൊക്കെ വാങ്ങി പോകുവാനായി ഇറങ്ങുകയാണ്. ആലമിനെ തന്നെ നോക്കി നിൽക്കുകയാണ് താജ്. അപ്പോൾ അവിടേക്ക് സമാധാനപരമായി സമരം വിളിച്ച് ആളുകൾ എത്തുകയാണ്. ബ്രിട്ടീഷ് പോലീസുകാരും അവിടെ തന്നെയുണ്ട്. അതിന്റെ കൂട്ടത്തിലൂടെ നടന്നു പോവുകയായിരുന്നു ആലം. പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷുകാർ വെടിവെക്കുകയാണ്. സമാധാനപരമായി നടന്ന സമരത്തിനിടയിൽ സംഘർഷമുണ്ടാവുകയാണ്. അതിനിടയിൽ ആലം പെട്ടുപോയി. അത് കണ്ട താജ് ഓടി വന്ന് അവളെ രക്ഷിച്ച് സേഫായി ഒരിടത്ത് നിർത്തും. അപ്പോൾ അവിടെ മറ്റൊരാൾ കിടന്ന് അടികൊള്ളുന്നത് താജ് കാണുകയാണ്. താജ് അങ്ങനെ അയാളെ രക്ഷിക്കുവാനായി പോയി. അയാളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം ഒരു ബ്രിട്ടീഷ് പോലീസുകാരൻ താജിനെ വെടിവെക്കുവാനായി തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ആലം കരുതും അവൻ മരിച്ചു പോകുമെന്ന്. പക്ഷേ ഇല്ല. അവിടെ എത്തിയ ഹമീദ് ആ ഒരു പോലീസുകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. താജ് രക്ഷിച്ച ആളിനെ മറ്റൊരാളുടെ കൈവശം ഏൽപ്പിച്ചിട്ട് അവൻ ആലമിനെ കാണുവാനായി എത്തുമ്പോൾ ആലം അവിടെ ഇല്ല. അവൾ രക്ഷപ്പെട്ടു പോയോ, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും അവൻ അറിയത്തേയില്ല. പക്ഷെ അവളുടെ ഒരു തൂവാല മാത്രം തറയിൽ നിന്ന് കിട്ടി. അത് കൈവശം എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന താജിനെ കാണിച്ചുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.